വിഷുവിൻ്റെ പല ദിവസത്തെ ഒരുക്കങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അത് ഭഗവാന് മാല കെട്ടാണ്. കണി കഴിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ കഴുത്തിലിടാനായിട്ടുള്ള മാലയപ്പം ഞാൻ കെട്ടിയുണ്ടാക്കണം. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ വിഷു എന്ന് പറഞ്ഞ ഒരു ആഘോഷം തന്നെയായിരുന്നു. വിളിച്ചാകുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല. വിഷുവിൻ്റെ തലേദിവസം കണി കാണാൻ എപ്പോഴാണ് വിളിക്കുക വെച്ചിട്ട് ഞങ്ങളിങ്ങനെ കണ്ണടച്ചിങ്ങനെ കിടക്കും. കള്ളോർപ്പം ഇട്ട് അവർ വന്ന് വിളിക്കുമ്പോഴേ നീക്കുക. എന്താ അത്ര സന്തോഷിച്ച ഒരു 4 അണ, അന്നത്തെ ഒരു 4 അണ അത് വിഷു കഴിഞ്ഞിട്ട് കിട്ടും. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളിരിക്കുക. പിന്നെ എന്നിട്ടില്ല അത്രയൊന്നും പൂത്തിരിയും ഇതൊന്നുമില്ല. കുറച്ച് മത്താപ്പൊക്കെ വാങ്ങിത്തരും, കുറച്ച് കമ്പിത്തിരിയും വാങ്ങിത്തരും. അതുകൊണ്ടുള്ളൊരു ആഘോഷം ഉണ്ടാക്കുന്നുള്ളൂ. ഈ ഒരു ആഘോഷമാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഞങ്ങൾക്ക് വിഷു കഴിഞ്ഞിട്ട് കിട്ടില്ലോ. അത് അച്ഛൻ എല്ലാവർക്കും വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു 4 അണ തരും. അത് സന്തോഷത്തോടെ ഒരു മേടിക്കും. അതെനിക്കൊരു കുടുക്കയിലൊക്കെ ഇട്ട് ഞങ്ങൾ സൂക്ഷിച്ചെടുത്ത് വെക്കുന്നുണ്ട്. അതൊന്നും ചിലവാക്കൊന്നുമില്ല. അന്നൊന്നും പൈസക്കൊന്നും ഇത്ര ഇതൊന്നുമില്ലേ. കുറച്ച് എല്ലാപ്പോഴൊക്കെ ഇങ്ങനെ പൈസ കിട്ടുക അതൊക്കെ സ്വരൂപിച്ച് വെക്കും ഞങ്ങൾ. ചിലവാക്കൊന്നുമില്ല. അന്നത്തെ പോലെ ഒരു കിട്ടുണ്ടെങ്കിൽ മിഠായി വാങ്ങി തിന്നാൻ ആ സ്വഭാവമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ വിഷു കഴിഞ്ഞിട്ട് വിഷുവിൻ്റെ അന്ന് ഇത് കഴി കണ്ട് ചക്കയൊക്കെ മുറിച്ച് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കും. ചിലർ അമ്പലത്തിൽ പോവും. അങ്ങനെ ആഘോഷമായിട്ട് അവിടുന്ന് വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടാൻ പറ്റുന്നു. അത് വാങ്ങി ഇങ്ങോട്ട് പോരും. പിന്നെ ഭക്ഷണത്തിലുള്ളത് നേരത്തെ കഞ്ഞി, ഞങ്ങൾ ചോറല്ല കഴിക്കുക, കഞ്ഞിയാണ് വിഷു കഞ്ഞി. അത് നല്ല കുത്തരിക്കഞ്ഞി. പിന്നെ ചക്കപ്പുഴുക്ക്, വെള്ളരിക്ക, പഴുത്ത മാങ്ങ ഇതൊക്കെ കൂട്ടിയിട്ട് തൈരൊക്കെ ഒഴിച്ച് ജീരകം നാളികേരമൊക്കെ അരച്ച് കൂട്ടി ഇതിൽ വെന്നി എന്ന് പറയുന്ന സാധനം. അതിന് വെന്നി എന്നാണ് പറയുക. മുര വെച്ച് കൂട്ടാന്നല്ല പറയുന്നത്, വെന്നി അങ്ങനെ പറയാം. അത് പിന്നെ ശർക്കര കഷ്ണം, നാളികേരപ്പൂള്, ചെത്തുമാങ്ങ ഇതൊക്കെ കൂട്ടിയിട്ടാണ് കഞ്ഞി കുടിക്കുക. കഞ്ഞി എന്ന് പറഞ്ഞാൽ കിണ്ണത്തിലൊന്നല്ല, പ്ലേറ്റിൽ നല്ല കഞ്ഞി വിളമ്പുക. അതിന് വാഴയുടെ പോള പൊടിച്ച് തട കൂട്ടി അതിൽ ഇല വാട്ടി വയ്ക്കും. ഇല വാട്ടി വെച്ചിട്ട് അതിലാണ് കഞ്ഞി വിളമ്പുക. ആ ഇല വാട്ടിയിട്ട് ആ കഞ്ഞി അതിൽ വിളമ്പിട്ട് ഞങ്ങൾ പഴുത്ത ഇല കുത്തിയിട്ട് അതുകൊണ്ടാണ് കഞ്ഞി വെച്ച് കുടിക്കുക. കഞ്ഞി കുടിക്കുക ഞങ്ങൾ. അത് ആ തടയൊക്കെ കൊടുക്കുമ്പോഴത്തെ സന്തോഷം എന്തായിരുന്നു. ഇപ്പോൾ അത് കുട്ടികൾക്കൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് കാണിച്ച് കൊടുക്കണം കുട്ടികൾക്ക് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ ഞങ്ങൾ പ്രായമായ ആൾക്കാർ കാണിച്ച് കൊടുക്കണം. ഞങ്ങൾ കുട്ടികൾക്ക് കാണിച്ച് കൊടുക്കണം. അവർ പറയുകയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുമോ നാളെയൊക്കെ ചോദിക്കുന്നത് മോള്. അങ്ങനെ ചെയ്ത് കാണിച്ച് കൊടുക്കണം. അവർക്ക് പഠിക്കണമല്ലോ, അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഇതൊക്കെ. ഞങ്ങൾക്കിപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ അവർക്ക് ആ പാരമ്പര്യം വിടാൻ പാടില്ലല്ലോ, പണ്ടത്തെ ആചാരങ്ങൾ. എന്നിട്ട് വിഷു കഴിഞ്ഞ് ആ കഞ്ഞി കുടിച്ചിട്ട് ആരാ പടക്കം പൊട്ടിക്കുക വെച്ചാൽ അവരുടെ മുമ്പ് കഞ്ഞികുടി കഴിഞ്ഞു എന്നാണ് അവരുടെ അർത്ഥം. ആ കഞ്ഞികുടി കഴിഞ്ഞ ഉടനെ പടക്കം പൊട്ടിക്കലുണ്ട്. അങ്ങനെയൊക്കെയാണ് വിഷു ആഘോഷിച്ചിരുന്നത്. ഇന്നിപ്പോൾ വിഷു ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ കാറ്ററിങ്ങിൽ ഏൽപ്പിക്കുക, അത് കഴിക്കുക, ചോറായി സാമ്പാർ. ഇന്നത്തെ കുട്ടികൾക്കൊന്നും കഞ്ഞിയൊന്നും കാണാൻ പാടില്ലല്ലോ. വിഷു കഞ്ഞി എന്നാണ് പറയുക. വിഷു ചോറല്ല, അന്ന് കഞ്ഞിയാണ് കുടിക്കുക. ഞങ്ങൾ ഇപ്പോഴും അതാക്കി ചെയ്യണം. അങ്ങനെ കഞ്ഞിയാണ് ആക്കി ഞങ്ങളിപ്പോഴും ഞങ്ങൾ ആചാരം വിട്ടിട്ടില്ല. നമ്മുടെ വീട്ടിലെപ്പോഴും കഞ്ഞി ഞങ്ങൾ കുടിക്കുക. അച്ഛനും നിർബന്ധമല്ലേ? അച്ഛനും ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അത് നിർബന്ധമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ അച്ഛനും അതാണ് നിർബന്ധമാണ്. ഞങ്ങളുടെ അച്ഛനും നിർബന്ധമാണ്. അച്ഛൻ കഞ്ഞി അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ വെക്കില്ല. ശർക്കര ഉണ്ടാവുകയിൽ നാളികേരപ്പൂള്, ചക്ക വറുത്തത് അതൊക്കെ അതിനായിട്ട് ചക്കയൊക്കെ വറുക്കും. അങ്ങനെ ചക്ക വറുത്തതൊക്കെ കൂട്ടിയിട്ടാണ് കഞ്ഞി കുടിക്കുക. വിഷുവിൻ്റെ ചക്കപ്പുഴുക്കാണ്. ഇപ്പോൾ ഇതിലുള്ള കഷ്ണം മുറുക്കണം. ചക്ക നല്ല മൂസയൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായി ചക്കയുന്നത്. ഇവിടെ ചക്കപ്പുഴുക്കും കഞ്ഞിയാണ് കേട്ടോ വിഷുവിന് ഉച്ചയ്ക്ക് വെക്കണത്. ഒരു 11-11:30 ആകുമ്പോഴേക്കും കഞ്ഞിയാണ് ഇവിടെ ട്രഡീഷണലി. എല്ലാ കൊല്ലും അച്ഛൻ്റെ നിർബന്ധമാണ് കഞ്ഞി. വിഷുക്കഞ്ഞിയാണ് ഞങ്ങളിവിടെ ഈ സൈഡിലേക്ക് പ്രധാനം. പണ്ട് തൊട്ടേ മുത്തശ്ശൻ്റെ കാലം തൊട്ടേ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതന്നെ തുടരുകയാണ്. ഇപ്പം എൻ്റെ അച്ഛന് നിർബന്ധമാണ് കഞ്ഞി എന്നുള്ളത്, വിഷുക്കഞ്ഞി. അപ്പം അതിനുള്ള ചക്കപ്പുഴുക്ക് നമ്മൾ കണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ ഒരു കാര്യമാണ് ചക്ക നേരിയാക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായി. എന്താ വെച്ചാൽ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ
ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ചക്ക നീരിയൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ 2-3 ആൾക്കാരല്ലേ ഉള്ളൂ. പണ്ട് കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും കൂടി ഇരുന്ന് ചക്ക കുറേ ഉണ്ടാക്കണമായിരുന്നു. ചക്കപ്പുഴുക്കും കഞ്ഞിയും മാത്രമേ ഉള്ളൂ ഒന്ന്. അപ്പോൾ അതിൻ്റെ ചക്കപ്പുഴുക്കിൻ്റെ ഇതാണ് മോരൊഴിച്ച കൂട്ടാൻ. മോരൊഴിച്ച കൂട്ടാൻ എന്ന് പറഞ്ഞാൽ പഴുത്ത മാങ്ങ ഇട്ടിട്ടുള്ള വെള്ളരിക്കയും മാങ്ങയും കൂടിയിട്ടുള്ള കൂട്ടാനും ഇതുമാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റംസ്. ചേച്ചിയുടെ പേരക്കുട്ടിയുണ്ട്. ചേച്ചിയുടെ പേരക്കുട്ടിക്കും ഇതൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അവള് പറഞ്ഞു ഇപ്രാവശ്യം ഇതുപോലെ കഞ്ഞി തട കൂട്ടി എന്താണ് വാഴത്തട അതിലൊക്കെ കഞ്ഞി കുടിക്കണം എന്നാണ് ഇന്നിപ്പോ. അപ്പൊ അവര് ഞങ്ങൾ കഥകൾ ഇങ്ങനെ പറയും, അമ്മ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ കുട്ടികൾക്ക് അതൊക്കെ ആഗ്രഹമാണ്, ഇതൊക്കെ കാണാനും. അതൊക്കെ ആ പണ്ടത്തെ ആചാരങ്ങൾ ഇപ്പോഴും അവർക്ക് പകർന്നു കൊടുക്കണ്ടേ, അതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള അവർക്കും അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാനിപ്പോ കുറെ കാലം കഴിഞ്ഞ് കൂടിയിട്ടാണ് ഇന്ന് വിഷു ഇവിടെ ആഘോഷിക്കുന്നത്. 30 കൊല്ലമായിണ്ട് പോലമ്മേ. 10-30 കൊല്ലമായിട്ടുണ്ട് ഞാനിവിടെ വിഷു ആഘോഷിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗ്യം ഉണ്ടായി ഈ കൊല്ലം വിഷു ആഘോഷിക്കാൻ. എന്നുവെച്ചാൽ കുട്ടികൾക്ക് ഈ സമയത്ത് സ്കൂളുണ്ട്. ഡൽഹിയിൽ എവിടെയൊക്കെ സ്കൂളുള്ള കാരണം അവർക്കൊരിക്കലും വരാൻ പറ്റിയിട്ടില്ല. CBSE ബോർഡ് ആവുക കാരണം അവർക്ക് എപ്പോഴും എന്താ പറയുക, ഈ സമയത്ത് സ്കൂളുണ്ട്. ഏപ്രിൽ 1-ാം തീയതി തൊട്ട് സ്കൂൾ തുറക്കുന്നുണ്ട്. മെയ് പകുതി വരെ അവർക്ക് ക്ലാസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് കുറേ കാലമായിട്ട് വിഷുവിൻ്റെ സമയത്ത് നമുക്ക് വരാൻ പറ്റാറില്ല. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ടില്ല. എന്നിരുന്നാലും എന്താ പറയുക, ഓരോ കാരണങ്ങളെ കൊണ്ട് നമുക്ക് തന്നെ വരാൻ പറ്റാറില്ല. അപ്പോൾ ഇക്കൊല്ലം അതിനൊരു ഭാഗ്യം ഉണ്ടായി. ചക്കച്ചോള തിന്നെ ഇവിടെ തടയ്ക്കുള്ള കഞ്ഞി കുടിക്കാനുള്ള തട കോട്ടുള്ള പോള പൊളിക്കണം. വാഴപ്പോള ഇതുപോലെ പൊളിച്ചിട്ടേ അങ്ങനെ ഒരു കണക്കുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. ആ കണക്ക് പ്രകാരം ഒരു ചതുരനെ ഒരു തട ഇങ്ങനെ ഒരു സ്ക്വയറാക്കി എടുക്കണം. അതിനെ എന്നിട്ട് അതിനെ കെട്ടി ചെറുതായിട്ടൊരു മുറിവുണ്ടാക്കിയിട്ട് കെട്ടും. കാണണ്ടേ, മറ്റൊരു വള്ളി കൊണ്ട് കെട്ടായി. ഇതൊക്കെ ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ കാണാൻ പ്രയാസമാണ്. എന്നുവെച്ചാൽ പഴയ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ തന്നെ ചെയ്യാതെ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ പ്ലേറ്റിലൊക്കെ അല്ലേ ഭക്ഷണം കഴിക്കില്ലേ. ഇതിപ്പോൾ ഒരു വിഷുവിന് എന്തായാലും ചെയ്യണൊരു കാര്യമാണ്. ഇപ്പോൾ കുറച്ചറിയാത്ത ആൾക്കാർക്കൊക്കെ ഒരു അറിവും കൂടിയാണത്, പഴയ പുതിയ തലമുറയ്ക്കൊക്കെ. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കണ കാരണമാണ്. അപ്പോൾ അത് കെട്ടുകയാണ്, ചെറിയൊരു ഇതുണ്ടാക്കിയിട്ട് അത് അവിടെ നിർത്താൻ വേണ്ടിയിട്ടേ വാഴയുടെ തന്നെ ഒരു കഷ്ണം കൊണ്ട് ഒരു നാര് കൊണ്ട് അതിവിടെ കെട്ടി ഉറപ്പിക്കുകയാണ് അതിനെ. അങ്ങനെയാണ് വാഴ തട കൂട്ടുക. ഇതിനാണ് പറയുക വാഴത്തട കൂട്ടുക അല്ലേ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇല വെച്ചിട്ട് അതിൽ കുമ്പിള് പോലെ, എന്നിട്ട് അതിൽ കഞ്ഞി, പിന്നെ പ്ലാവിൻ്റെ ഇലയിൽ കോരി കുടിക്കും അല്ലേ സ്പൂണിന്. പ്ലാവിൻ്റെ ഇല, പച്ചപ്ലാവിൻ്റെ ഇല കുടിക്കുക. നാക്കല വെച്ച് അതിൽ പുഴുക്ക്, വെന്നി, ചെത്തുമാങ്ങ, ശർക്കര, തേങ്ങാപ്പൂള്, ഇഞ്ചിത്തൈര്, വറുത്തത്, പപ്പടം, ഇതൊക്കെ ഉണ്ട്. ഇവിടുത്തെ ചെറിയൊരു കുട്ടിയുണ്ട്, അച്ഛൻ്റെ പേരക്കുട്ടിയുടെ കുട്ടിക്കുള്ള കഞ്ഞി കുടിക്കാനുള്ളതാണ് അച്ചപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പറഞ്ഞു ഇതിൽ കഞ്ഞി കുടിക്കണമെന്നാണ് പറഞ്ഞേക്കണതെന്ന്. ഇനി കഞ്ഞി കുടിക്കുമ്പോൾ കാണാം നമുക്ക്.
ആഘോഷിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണാം. പിന്നെ ഇത് നമ്മുടെ കമ്പിത്തിരിയാണ്. നല്ല രസമുണ്ട്. യൂട്യൂബിലിടാം. ചിരിക്കത്താ എല്ലാരും ചിരിച്ചോ, എല്ലാരും ചിരിച്ചോട്ടാ. വല്യമ്മ ചിരിക്കണ ഭാഗം മാത്രം വീഡിയോയിൽ ഇടാൻ പാടുള്ളൂ. ഓ ചിരി അപ്പോൾ പണ്ട് തൊട്ടേ നമ്മൾ വീട്ടിൽ വിഷുവിന് സദ്യയല്ല, വിഷുക്കഞ്ഞിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ വിഷുക്കഞ്ഞി അത് നമ്മൾ നേരത്തെ കാണിച്ചുല്ലോ, വാഴപ്പിണ്ടി കൊണ്ട് തട കൂട്ടി അതൊരു ഇല വെക്കാനൊരു തട എന്നുള്ളൊരു ഇതിലാണ് ഉണ്ടാക്കണത്. അതിൽ കുമ്പിള് പോലെയാണ് ഈ ഇല, നാക്കയില അതിൽ വെച്ച് കഞ്ഞി വിളമ്പിയിട്ടാണ് പ്ലാവില കൊണ്ട് കഞ്ഞി കുടിക്കുക. പിന്നെ അതിന് കൂട്ടാൻ വേണ്ടിയിട്ട് ചക്കപ്പുഴുക്ക്, പിന്നെ മോരൊഴിച്ച കൂട്ടാൻ, മധുരമുള്ള മാങ്ങ ഇട്ടിട്ട് മാമ്പഴ പുളിശ്ശേരി, വെന്നി എന്നാണ് പറയുന്നത് അല്ലേ, അതിന് വെന്നി എന്നാണ് പറയുക. പിന്നെ ചെത്തുമാങ്ങ അച്ചാറ്, പിന്നെ പപ്പടം, ഇഞ്ചി തൈര്, ചക്ക വറുത്തത്, ഇങ്ങനെയൊക്കെ ഐറ്റംസാണ് അതിൻ്റെ കൂടെ ഉണ്ടാവാറ്. സാധാരണ സദ്യയല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ കഴിക്കുക. നാളികേര പൂള്, ശർക്കര, ഇതൊക്കെയാണ് അതിൻ്റെ ട്രഡീഷണലി നമ്മൾ വിഷുവിന് ഭക്ഷണം കഴിക്കി വെച്ചിരിക്കും. അപ്പോൾ ഇന്ന് അതാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ചെറിയൊരു വീഡിയോ. പണ്ട് തൊട്ടേ വീട്ടിൽ മുത്തശ്ശൻ്റെ കാലം തൊട്ടേ ഇങ്ങനെയാണ് ഇവിടുത്തെ രീതി. അത് അമ്മയും അതുപോലെ അച്ഛനും ഒക്കെ ഇപ്പോഴും അത് ശീലിച്ചു പോരുകയാണ്. അതേ ഇതിലാണ് നമ്മളിപ്പോൾ എന്താ പറയുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കഞ്ഞി, അതുകൊണ്ടാണ് ഞങ്ങൾ കഞ്ഞിക്ക് തന്നെ കഞ്ഞി വിഷുവിന് വേണം എന്നുള്ളത് അച്ഛൻ്റെ ഒരു നിർബന്ധം കൂടിയാണ്. നമ്മൾ ആ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പിന്തുടരുകയാണ് ആ ഒരു രീതി. അപ്പോൾ അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഇതൊക്കെ നമുക്കും പുതിയ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, എങ്ങനെയായിരുന്നു വിഷു, പണ്ടത്തെ വിഷു എങ്ങനെയാണ്, ഇന്നും അതൊക്കെ ആചരിക്കണമെന്നാണ് ഞങ്ങൾക്കൂടി ഒരു സന്തോഷമാണത്. കുട്ടികൾക്ക് പുതിയ പുതിയ തലമുറ അതേ ഇരുന്ന് കഴിക്കേണ്ട ഒരാൾ, അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനൊക്കെ. അപ്പോൾ കുട്ടികൾക്കും മനസ്സിലാവുമല്ലോ ഇങ്ങനെയൊക്കെയായിരുന്നു എന്ന്. Pakai